ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ശ്യാമയെ വേണമെങ്കിൽ നിനക്ക് എന്ത് വേണേലും ചെയ്യാം. കൊല്ലുക, തല്ലോ, അങ്ങനെ എന്തും. പക്ഷെ പപ്പി, അവളാണ് നമ്മുടെ താക്കോൽ. അവളെ വെച്ചാവണം ഇനിയുള്ള നമ്മുടെ പ്രതികാരത്തിന്റെ തുടക്കം. പപ്പിയെ കാണാനില്ലെന്നും പറഞ്ഞ് ഞാൻ നിങ്ങളെ ഒരുപാട് വിളിച്ചതാ. എന്നിട്ട് നിങ്ങൾ എഴുന്നേറ്റില്ലല്ലോ. നിങ്ങൾക്കപ്പോ ഉറക്കമാണ് വലുത്. ഉറങ്ങിക്കോ, സുഖമായിട്ട് ഉറങ്ങിക്കോ. ഇനി ഞങ്ങളുടെ ശല്യം നിങ്ങൾക്കില്ല. കുടിക്കോ, കുടിച്ചു മറിയോ, ഉറങ്ങുവോ, ഉറങ്ങാതിരിക്കോ, എന്ത് വേണേലും നിങ്ങൾ ചെയ്തോ. ഞങ്ങൾ ആരും ഇടപെടില്ല. സ്വന്തം ജീവിതം നശിപ്പിക്കാൻ തീരുമാനിച്ചിറങ്ങി പുറപ്പെട്ടിരിക്കുവല്ലേ, നശിപ്പിക്ക്. എങ്ങനെയെങ്കിലുമൊക്കെ നശിപ്പിക്ക്. രോഹിതേ, നിങ്ങളിപ്പോ നാശത്തിന്റെ പടുകുഴിയിലാ നിൽക്കുന്നത്. ഇനി അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അത് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. അപ്പോ നീയും മോളും ഇങ്ങോട്ട് വരുന്നില്ലെന്നാണ് പറയുന്നേ? ഇല്ല, വരുന്നില്ല. ഞങ്ങളെ സംരക്ഷിക്കാൻ കഴിവില്ലാത്ത ഒരാളുടെ കൂടെ എന്തുറപ്പില്ല ഞങ്ങൾ കഴിയാം. ഇനി നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ജീവിച്ചോ. ഒരാളും എതിര് പറയാൻ വരില്ല. ശ്യാമ, പോട്ടെ, എല്ലാവരും പോട്ടെ. രോഹിത് ഒറ്റയ്ക്ക് ജീവിക്കും. അങ്ങനെ ഒരാൾ തോൽപ്പിക്കാൻ നോക്കിയാ അങ്ങനെയൊന്നും തോൽക്കുന്നതല്ല രോഹിത്. എന്താ രോഹിത്തെ പ്രശ്നം? ഫോണൊക്കെ എറിഞ്ഞ് തകർത്തിട്ടുണ്ടല്ലോ. ആരോടാ ഈ ദേഷ്യം? അവള് കൊച്ചിനെ കൊണ്ട് പോയി. അത് നിന്റെ പിടിപ്പേട്. അവരെ എങ്ങനെയെങ്കിലും കൂടെ നിർത്തണമെന്ന് പല തവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതാ. ആ പറഞ്ഞ തന്നെ എനിക്കിപ്പോഴും പറയാനുള്ളത്. അവരെ മുന്നിൽ നിർത്തിയാ നമ്മളിവിടെ ഈ ബിസിനസ് നടത്തുന്നത്. അതുകൊണ്ട് അവരമ്മയും മകളും ഈ വീട്ടിൽ തന്നെ ഉണ്ടാവണം. എന്നെ വേണ്ടെന്ന് പറഞ്ഞ് പോകുന്നവരെ എനിക്കും വേണ്ട. രോഹിത്തെ, കേക്ക്. ഇതാ ഞാൻ പറയുന്നത്, നിനക്ക് ജീവിക്കാൻ അറിയില്ലാന്ന്. ജീവിതം എന്ന് പറഞ്ഞ പകുതി നാടകമാ. ഇന്നിവിടെ നമുക്ക് ചുറ്റുമുള്ള സകല ഭാര്യ ഭർത്താക്കന്മാരും മറ്റുള്ളവരുടെ മുന്നിൽ കെട്ടിയാടുന്നതേ പക്ക അഭിനയം തന്നെയാ. നിനക്ക് ശ്യാമയും കൊച്ചിനെ ഇഷ്ടമല്ലെങ്കിൽ അത് നിന്റെ മനസ്സിൽ വെച്ചാ പോരെ. എന്തിനാ അതൊക്കെ പുറത്തെടുത്ത് നീ വെറുതെ ഒന്നിനും കൊള്ളാത്തവനാവുന്നേ? സ്നേഹത്തോടെ ശ്യാമയോട് 2 പുന്നാര വാക്ക് പറഞ്ഞ് കൂടെ നിർത്തണമായിരുന്നു. നിന്റെ കൊച്ചല്ലെങ്കിലും ഇത്രയും നാളും നീ നിന്റെ കൊച്ചാക്കി കൊഞ്ചിച്ചും താലോലിച്ചും കൊണ്ടു നടന്ന പപ്പിയെ ഒന്നുകൂടിയൊക്കെ സ്നേഹിക്കുന്നതായിട്ടൊന്ന് നടിക്കേ. എന്നിട്ട് തള്ളയും കൊച്ചിനെയും ഇവിടെ അങ്ങ് പിടിച്ചു നിർത്ത്. ഇന്നലെ രാത്രി ആ കൊച്ചിനെ കാണാണ്ടാവേ അതിനെ തിരക്കി ശ്യാമ പോവുകയൊക്കെ ചെയ്തു. പക്ഷെ ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. അത് തന്നെയാ നിന്റെ കുഴപ്പം. നീ ഇതൊന്നും അറിയുന്നില്ല. നിന്റെ ചുറ്റുവട്ടത്ത് നടക്കുന്ന കാര്യങ്ങൾ പോലും നീ മനസ്സിലാക്കുന്നില്ല രോഹിത്തെ. നീ നിന്നിലേക്ക് തന്നെ ഒതുങ്ങിപ്പോന്നു. അമ്മയെ കൊന്നവരോടുള്ള പ്രതികാരം നീ മനസ്സിൽ കൊണ്ടുനടന്നാ പോരാ, ചെയ്ത് കാണിക്കണം. അമ്മേ, രോഹിത്തെ, ഇന്നാലെ മകനെന്നുള്ള നിന്റെ കടമ നിനക്ക് ഭംഗിയായി പൂർത്തീകരിക്കാനാവും. അത് വേണം രോഹിത്തെ. അല്ലെങ്കിൽ നിന്നെ പ്രസവിച്ച ആ അമ്മയുടെ ആത്മാവ് ഗതി കിട്ടാതാലേ. നിശബ്ദമായി നിനക്ക് മുന്നിൽ വന്ന് നിന്ന് തേങ്ങും. സങ്കടം നിന്നെ അറിയിക്കാനാവില്ലല്ലോ അവർക്ക്. അമ്മയെ കൊന്നവരോടുള്ള പ്രതികാരം നീ എന്ന് വീട്ടുന്നുവോ അന്നേ നിന്റെ അമ്മയുടെ ആത്മാവിന് മോക്ഷം കിട്ടും. ജീവിച്ചിരുന്നപ്പോഴും അവർക്ക് വേണ്ടി നിനക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. മരിച്ചു മുകളിൽ നിൽക്കുമ്പോഴെങ്കിലും നിന്റെ കടമ ചെയ്യ് രോഹിത്തെ.
നിക്ക്, ഞാൻ എന്ത് വേണമെന്നാ സുസ്മിത പറയുന്നേ? പ്രതികാരം. അമ്മയെ കൊന്നതിനുള്ള ഒരു മകന്റെ ശക്തമായ പകരം വീട്ടൽ. അതിന് ശ്യാമയും പപ്പിയും ഇവിടെ വേണം. ആ കൊച്ചില്ലെങ്കിൽ അവിടെ ശാലിനി ഉറങ്ങില്ല, വിഷ്ണു ഉറങ്ങില്ല. ശ്യാമയെ വേണമെങ്കിൽ നിനക്ക് എന്ത് വേണേലും ചെയ്യാം, കൊല്ലുക തല്ലോ അങ്ങനെ എന്തും. പക്ഷെ പപ്പി, അവളാണ് നമ്മുടെ താക്കോൽ. അവളെ വെച്ചാവണം ഇനിയുള്ള നമ്മുടെ പ്രതികാരത്തിന്റെ തുടക്കം. ഒടുക്കം സർവനാശവും. എന്തു പണിയാ മോളെ നീ കാണിച്ചത്? ഇതിപ്പോ എത്രാമത്തെ തവണയാ? ഞങ്ങളൊക്കെ എന്തു പേടിച്ചെന്നറിയാവോ? അയ്യോ മോളെ, ഇവക്ക് നല്ല ചൂടുണ്ടല്ലോ. ഇന്നലെ രാത്രി മുഴുവനും അലച്ചിലായിരുന്നില്ല. നമുക്ക് തൽക്കാലം ഇവളുടെ നെറ്റിയിലൊരു തുണി നനച്ചിടാമേ. ചൂട് കൂടുവാണെങ്കിൽ നമുക്ക് മരുന്ന് കൊടുക്കാം. പാവം, നല്ല ക്ഷീണമുണ്ട്. എങ്ങനെ ക്ഷീണിക്കാതിരിക്കാനാ? ഓട്ടം കുറെ ഓടിയതല്ലേ. അച്ഛന്റെ മുന്നിൽ പെട്ടതുകൊണ്ട് വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. പപ്പി, പപ്പി എന്ത് പണിയാ പപ്പി കാണിച്ചേ? രാത്രി ഒറ്റയ്ക്ക് എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നല്ലോ. ആ, ഇനിയിപ്പൊ അതിന്റെ ഒരു കുറവും കൂടി ഉണ്ടായിരുന്നുള്ളൂ. അമ്മ എന്തെങ്കിലും പറയട്ടെ, വാ ചോദിക്കട്ടെ. അല്ല, എന്ത് ചോദിക്കാൻ? സത്യമൊക്കെ സ്കൂളിൽ പോണ്ടേ? വേഗം പോയി റെഡിയായേ. ഇന്നെന്റെ ബെസ്റ്റ് ഫ്രണ്ട് പപ്പി വന്ന ദിവസമല്ലേ ശാരദാമ്മേ? പപ്പിക്ക് ഇവിടെ ഒരു കൂട്ട് വേണ്ടേ? ഉം. ഇന്നൊരു ദിവസത്തേക്ക് ഞാൻ അങ്ങ് അവധി എടുത്താലോ? ഏയ്, അതൊന്നും പറ്റൂല. പെട്ടെന്ന് കുളിച്ചൊരുങ്ങി ക്ലാസ്സിൽ പോവാൻ നോക്ക്. പപ്പി ഇവിടെ തന്നെ കാണും. അപ്പൊ പിന്നെ വൈകുന്നേരം വന്നിട്ട് കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യാം. ഈ ശാരദാമ്മയ്ക്ക് പറഞ്ഞാ മനസ്സിലാവില്ലേ? ഞാൻ പോയില്ല എന്ന് പറഞ്ഞ പോയില്ല. ആ. വാ പപ്പി. അങ്ങോട്ട് ചെല്ല്, അമ്മ ഇപ്പൊ ശരിയാക്കും. അമ്മയോട് ഞാൻ പറഞ്ഞോളാം. ഓ ഓ, രണ്ടാളും മോശമില്ല. മോളെ, എന്താടി ഉണ്ടായത്?